ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇടാൻ ഇങ്ങനെ ലേറ്റ് ആവുന്നുണ്ട്. ആദ്യം തന്നെ അതിനൊരു സോറി ചോദിച്ചുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ടാക്കുന്നത്. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ മാസം 15-ാം തീയതി നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇന്ന് 17-ാം തീയതി ആയില്ലേ. അപ്പം ഒരു മാസമായി. അപ്പോൾ ഒരു മാസം കൊണ്ട് എത്ര വെയിറ്റ് കുറച്ചു, അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഞാൻ ഈ ഓഗസ്റ്റ് മാസം ഉണ്ടല്ലോ, ഓഗസ്റ്റിൽ എനിക്ക് ഓഗസ്റ്റ് ഒരു 8-9 ആയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. ഒരു 2 ദിവസം പരിപാടിയുണ്ട്. 8-ാം തീയതി എൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയിലുള്ള ഒരു ഫംഗ്ഷനുണ്ട്, 9-ാം തീയതി എൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയിലുള്ള ഒരു ഫംഗ്ഷനുണ്ട്. അപ്പോൾ 2 ഫാമിലിയിലുള്ള ആൾക്കാർ ഒന്ന് മീറ്റ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്നുള്ള ഒരു കല്യാണം പരിപാടിയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ആ സമയം നമുക്ക് ഒന്നും കൂടി ഒന്ന് വെയിറ്റ് ഒതുങ്ങണം എന്നുള്ള ഒന്നും കൂടി ഒന്ന് വെയിറ്റ് കുറയണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പൊക്കങ്ങ് പോവുകയാണെങ്കിൽ നമുക്ക് അന്നകത്തേക്ക് അത്ര അങ്ങോട്ട് കുറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് സ്ട്രിക്റ്റ് ആക്കുക എന്നുള്ളതിലപ്പുറം ഡയറ്റ് നമുക്ക് എന്താ പറയുക, അതൊന്ന് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ നല്ല രീതിയിലൊക്കെ ഡയറ്റ് പോകണേ, പിറ്റേ ദിവസം ചെറുതായിട്ട് ചെറിയ ഫുഡൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിക്കും. അപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെയാണ് ഇപ്പോൾ കുറയണുള്ളൂ. അപ്പോൾ ആ രീതിയിലല്ലാതെ ഞാൻ സ്ട്രിക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡെയിലി വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അത് നമുക്ക് വീഡിയോ ഇടുമ്പോൾ ഒന്നും കൂടി ഒരു ഒരു ഇതുണ്ടാവും. അതായത് ഞാൻ വീഡിയോ ഇടേണ്ടതല്ലേ, വെയിറ്റ് കാണിക്കേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് സ്ട്രിക്റ്റ് ആവും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വിചാരിച്ചിട്ട് ഒന്ന് തുടങ്ങാണ്ട്. അതായത് ഇപ്പോൾ ഇത് 17-ാം തീയതി ആയി. ഇന്ന് മുതൽ ഞാൻ 1-ാം തീയതി വരെ കറക്റ്റായിട്ട് ഡെയിലി വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ 8-ാം തീയതി 9-ാം തീയതി ഒക്കെ ആയിട്ട് ഫംഗ്ഷൻ ആണല്ലോ. അപ്പം ഈ 15 ദിവസം കറക്റ്റ് 21 ദിവസമുണ്ട് ഇതിന്, 8-ാം തീയതി 9-ാം തീയതി ഒക്കെ ആവാൻ. പക്ഷേ 15 ദിവസമെങ്കിലും ഞാൻ മിനിമം ഒരു 15 ദിവസം സ്ട്രിക്റ്റായിട്ടൊന്ന് ഡയറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒന്ന് പെട്ടെന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ഒരു പേടിയുണ്ടെങ്കിലും ജസ്റ്റ് അങ്ങനെ ഇങ്ങനെയും കഴിക്കുന്ന ഫുഡൊക്കെ കഴിക്കാതൊക്കെല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് കൂടി ഉണ്ടാകുമ്പോൾ ഞാൻ ഒന്നും കൂടിയൊക്കെ ഇങ്ങോട്ട് ഒന്ന് സ്ട്രിക്റ്റ് ആക്കുമല്ലോ. അപ്പോൾ അതിന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എന്തായാലും 15 ദിവസം കറക്റ്റ് ഇടണം എന്നാണ് വിചാരിക്കുന്നത്. തെറ്റാതെ ഇത് ഭയങ്കര നമുക്ക് ഡെയിലി വീഡിയോ എടുത്ത് പിറ്റേന്ന് കണ്ട് എഡിറ്റ് ചെയ്ത് ഇടാൻ ഞങ്ങളെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡെയിലി ഇടാതെ അങ്ങനെ ഒരു 2 ദിവസം കൂടും 3 ദിവസം കൂടുമ്പോഴൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കുറച്ച് ബുദ്ധിമുട്ടിയാലും നമ്മൾ ഡെയിലി വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ വീട്ടിൽ ഒന്നും കൂടിയും കൂടുതൽ മാറ്റങ്ങൾ കണ്ടാലോ എന്ന്. അപ്പോൾ എന്താണ് എല്ലാവരുടെയും ഒരു അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഡെയിലി വീഡിയോ ഇടാൻ പറ്റില്ല, ഡെയിലി വീഡിയോ ഇടാൻ പറ്റുമോ, പിന്നെ എന്താ പറയുക ഷോർട്സ് ആയിട്ടെങ്കിലും എന്താണ് ഫുഡ് കഴിക്കണത് എന്ന് ഇടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട്. ഞാൻ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കണം, ശ്രമിച്ച് നോക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ കൊണ്ട് എങ്ങനെ നീട്ടി പോകണം. അപ്പോൾ എന്തായാലും ഈ ഒരു 15 ദിവസം ഞാൻ അതിനായിട്ട് ഇറങ്ങി തിരിക്കുകയാണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പുട്ടും തക്കാളി കറിയായിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ കടല ചെറുപയർ കാര്യങ്ങളൊന്നും വെള്ളത്തിലിടാൻ മറന്നു. അപ്പോൾ ഇന്ന് ചെറിയ രീതിയിലൊരു തക്കാളി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 തക്കാളിയൊക്കെ ഇട്ടിട്ട് കറി ഉണ്ടാക്കുന്നുണ്ട്. തക്കാളി കറി ഉണ്ടാക്കും. പിന്നെ ഐറൂസിന് ഓർമ്മ വരും, അവന് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി കറി. അവനെ ഞാൻ മുളകിട്ട് ആദ്യമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഫുഡെല്ലാം കഴിക്കും, അപ്പവും പുട്ടും ഒക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ തക്കാളി കറിയും പിന്നെ പുട്ടുമാണ് ഉണ്ടാക്കുന്നത്. ഇത് 3 കൊടുത്തേക്കും വേണം. ഓളിപ്പോൾ മദ്രസിട്ട് വന്നു. ഓള് നേരത്തെ വരും, 8-8:30 ആകുമ്പോഴേക്കും മദ്രസിട്ട് വരും. അപ്പോൾ 9:00 പോയാൽ മതി സ്കൂൾക്ക്. അപ്പോൾ 1 മണിക്കൂർ ടൈം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടാക്കുക ഓള് ടൈം ടേബിൾ നോക്കാനും യൂണിഫോം ഇടാനൊക്കെ നേരമുണ്ടല്ലോ. അപ്പോൾ ഒന്നാമത്തെ കുത്തിയിട്ട് 2ാമത്തെ കുറ്റിക്കുള്ള പുട്ടൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഞാൻ ഈ നേരമൊക്കെ വെള്ളം കുടിക്കണം. ഒരു കപ്പ് വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. ചുടുവെള്ളമാണ് ഞാൻ രാവിലെ കുടിക്കാറുള്ളത്. രാവിലെ എണീറ്റ പടം എനിക്ക് പച്ചവെള്ളം കുടിക്കാൻ മടിയായിട്ടാട്ടോ ചുടുവെള്ളം. പിന്നെ അതുമല്ലല്ലോ, ചുടുവെള്ളമാണ് നല്ലത് എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചുടുവെള്ളം തന്നെ കുടിക്കണത് കേട്ടോ. അപ്പം വെള്ളം നന്നായിട്ട് കുടിക്കണം. കാരണം എൻ്റെ നീനുട്ടിക്ക് തന്നെ നല്ല ഇൻഫെക്ഷനാണ്, ഈ യൂറിൻ ഇൻഫെക്ഷൻ ഉള്ള ഒരാളാണ്. അപ്പോൾ ഓക്ക് തന്നെ നല്ലോണം ഡെയിലി നല്ലോണം 3-4 ലിറ്ററോളം വെള്ളം കുടിക്കാനായിട്ടോ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ആ ഇൻഫെക്ഷനായിട്ട് മുഴുവനായിട്ടാണ് പോകാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഞാനിപ്പോൾ നല്ലോണം ശ്രദ്ധിക്കും. ഇപ്പോൾ അത്യാവശ്യം ഞാൻ 4-5 ലിറ്റർ വെള്ളം കുടിക്കാറുണ്ട്. വിശക്കുന്ന സമയത്തൊക്കെ വെള്ളം ഇങ്ങോട്ട് കുടിക്കും. ഒരു കുപ്പിയിൽ ഞാൻ
എൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടായില്ല നിറച്ച് വെക്കും. അത് 2 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ കേട്ടോ. അപ്പോൾ അത് കുടിച്ച് കഴിയുമ്പോൾ തന്നെ എനിക്കൊരു സമാധാനമാണ്. ഞാൻ 2 ലിറ്റർ വെള്ളം കുടിച്ചല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും. പിന്നെ പിന്നെ ഒരു കപ്പിൽ ആ 1 ലിറ്ററിൻ്റെ കപ്പാണ്, അത് രാവിലെ കുടിക്കും. അങ്ങനെ ഒരു 5 ലിറ്ററിൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് കുടിക്കും കേട്ടോ. പിന്നെ വേഗത ഇതുമൂന്ന് ഫുഡും കാര്യങ്ങളും ആക്കി കൊടുത്തു. ഓളെ സ്കൂൾക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. ഓളെ യൂണിഫോമൊക്കെ ഇസ്തിരി ഇട്ട് ഒക്കെ സെറ്റാക്കി ഓള് ഫുഡൊക്കെ കൊടുത്ത് പറഞ്ഞയക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പം പിന്നെ ഒറ്റയ്ക്ക് തന്നെ ഇപ്പോൾ മുടി വാർന്ന് കൊടുത്താൽ മതി ഓക്ക്. ഇപ്പം മഫ്ത ഒറ്റയ്ക്കൊക്കെ കുത്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഓളിങ്ങനെ ഓരോന്നിങ്ങനെ പഠിച്ചാണ്. അപ്പോൾ ഇന്നൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഇന്നെ വിളിക്കണില്ല, മഫ്ത കുത്താൻ ഇന്നെ വിളിക്കണില്ലേ. അപ്പോൾ ഞാനിങ്ങനെ വന്ന് നോക്കുമ്പോൾ ഒറ്റയ്ക്ക് കുത്താൻ ശ്രമിക്കാം. അപ്പോൾ കൊത്തി പഠിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഓളിതാ ഇറങ്ങാൻ നിന്നപ്പോൾ ഒളപ്പച്ച് വന്നു കേട്ടോ. അപ്പോൾ ഓളപ്പച്ചിൻ്റെ ഒപ്പമാണ് ഇന്ന് ഓൾ പോയത്. അപ്പം മൂപ്പര് വരുമ്പോഴേക്ക് ഞാൻ മൂപ്പർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഞാൻ നല്ലൊരു ചായ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു. അവളെ പറഞ്ഞയച്ച് ഒരു 9:45 10 മണിയോട് കൂടിയാണ് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അരക്കപ്പ് പാലും പിന്നെ അരക്കപ്പ് വെള്ളം എടുത്തു, ഇച്ചിരി പഞ്ചസാരയും ചായപ്പൊടി ഇട്ടിട്ടാണ് ചായ ഉണ്ടാക്കുന്നത്. അപ്പം ഇപ്പം ഞാൻ ഈ ഒരു 2 ആഴ്ച ഞാൻ പറഞ്ഞില്ല കുറച്ച് സ്ട്രിക്റ്റ് ആക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ വിചാരിക്കണത് 2 നേരമാണ് ഫുഡ് കഴിക്കാൻ വിചാരിക്കണത് കേട്ടോ. ഇത് ഇങ്ങനെ തന്നെയാണ് കഴിക്കാറുള്ളത്. പക്ഷെ എന്നാലും ഒന്നും കൂടി അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഓരോന്ന് ഇങ്ങനെ കഴിക്കണ്ടല്ലോ, അതൊക്കെ നിർത്തിയിട്ട് 2 നേരം ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. രാവിലെ അങ്ങനെ ഒരു കപ്പ് ചായ കുടിക്കും. പിന്നെ 12 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ ഒരു 12 ആ ഒരു സമയത്ത് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്നാണെങ്കിൽ നമുക്ക് പൂളയുണ്ട്, അതായത് കപ്പയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഒരു പിന്നെ പലവകൻ്റെ ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കുറച്ച് കൂടുതൽ വാങ്ങിയത്. അപ്പോൾ അത് ഇന്നലെ വെച്ചതാട്ടോ, എൻ്റെ ബാക്കിയാണ് ഈ കുക്കറിലുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഈ ബീഫും പുളിയും വെച്ചാൽ നല്ല ടേസ്റ്റ് ആണല്ലോ, അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കപ്പ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കപ്പയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട്. അത് വേവുന്ന സമയം കൊണ്ട് ഞാൻ എനിക്കുള്ളത് ഇന്നിപ്പോൾ ഞാനിതൊന്നും കഴിക്കുന്നില്ല. അതേ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ സാധാ ഡയറ്റിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ അതൊക്കെ കുറേശ്ശെ കഴിക്കും കേട്ടോ. ഒക്കെ ഞാൻ അളവ് കുറക്കുക എന്നുള്ളത് മാത്രമേ ഇനി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു 15 ദിവസം കുറച്ച് ഒന്ന് സ്ട്രിക്റ്റ് ആക്കണം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ലൈറ്റ് ആക്കാം, ഇതിപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പേരി പച്ചക്കറിയൊക്കെ നല്ല കഴിക്കട്ടെ, പച്ചക്കറിയൊക്കെ നല്ല കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിതാ കോവയ്ക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. എൻ്റെ ഹസ്ബൻഡിന് തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് കുറച്ച് എനിക്ക് മാത്രം അങ്ങനെ എടുത്തതാണ്. പിന്നെ ഇതുമൂന്ന് വൈകുന്നേരം വന്നിട്ട് കൊടുക്കാമെന്നൊക്കെ എഴുതിയിട്ട് അത് മാത്രമേ ഇച്ചിരി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഉള്ളി തക്കാളി വഴറ്റിയിട്ട് ഒരു മസാല പോലെ അങ്ങനെ ഉണ്ടാക്കുകയാണ്. പിന്നെ മറ്റേ അടുപ്പത്ത് ഞാൻ 2 മുട്ടയും പൊരിച്ചെടുത്തു, ഉപ്പ് മാത്രം ഇട്ടിട്ട് അങ്ങോട്ട് ജസ്റ്റ് പൊരിച്ചതായിട്ട് എനിക്ക് മാത്രം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര മടിയായിട്ടോ ഈ മുട്ടയൊക്കെ പൊരിക്കാൻ. ഇപ്പോൾ മക്കളൊക്കെ വന്നിട്ട് മറ്റേ ഉള്ളിയൊക്കെ ഇട്ടിട്ട് മുട്ട പൊരിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ അടിപൊളിയായിട്ട് പൊരിച്ച് കൊടുക്കും. എനിക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ ടേസ്റ്റ് ഒന്നും നോക്കൂല കേട്ടോ. അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു എരുമ്പുളി ഉണ്ടായിക്കോട്ടെ, എന്തെങ്കിലും ഇറച്ചിയും പുളി കഴിക്കണ്ടല്ലോ. അത് പിന്നെ പുളിയൊക്കെ പറയുന്നത് ഗ്ലൂക്കോസ് ലെവൽ കൂടിയൊരു സംഭവമാണ്, പെട്ടെന്ന് വെയിറ്റ് കുറേ കൂട്ടക്കൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന്ന് കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കിയത് കേട്ടോ. കോവക്ക നമുക്ക് കുഴപ്പമില്ലാത്ത നല്ല അങ്ങനെ കലോറി കുറഞ്ഞ ഒരു പിന്നെ പച്ചക്കറിയാണ്. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അതങ്ങനെ അടുപ്പത് ചെറിയ തീയിൽ അങ്ങനെ വേവുന്നുണ്ട്. നന്നായിട്ട് ഇതുപോലെ മസാലയായിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ മുട്ട 2 പൊരിച്ചിട്ട് അതുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ലഞ്ചും അല്ല ബ്രേക്ക്ഫാസ്റ്റ് അല്ല ബ്രഞ്ച് ആക്കാമല്ലേ, നമുക്ക് ബ്രഞ്ചാണ് കേട്ടോ. ഒരു 12-12:30 ആ ഒരു സമയത്താണ്. പിന്നെ നമ്മളൊരു കുപ്പി വെള്ളം കുടിച്ചിങ്ങനെ ഇത്രയൊക്കെ ആക്കിയിട്ടുണ്ട്. ഒരു ഉച്ച ഒരു 2-2:30 കൂടി ഞാൻ അത് ഫുള്ളാക്കാറാണ്. പിന്നെ വേഗം ഒരു കുപ്പി കൂടി നിറക്കും കേട്ടോ. അപ്പോൾ രാത്രി അങ്ങനെയുണ്ട് സെറ്റാക്കി വെക്കലാണ് ഞാനും വെള്ളം കൂടി. അപ്പോൾ പിന്നെ ആ ടെൻഷൻ ഇല്ലല്ലോ. അങ്ങനെ ബീഫും പിന്നെ ലേശം ബീഫ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ബീഫ് വെച്ചിട്ട് പലവക ഉണ്ടായിരുന്നല്ലോ, അതിന് ലേശം ബീഫ് എടുത്ത് കപ്പ ഇടുന്നതിന് മുന്നേ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കോവക്കേക്കും. അങ്ങനെ അത് 2 കൂടി മിക്സായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ മുട്ടയപ്പോൾ പ്രോട്ടീൻ ഉണ്ട്, പിന്നെ വെജിറ്റബിൾസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. പിന്നെ വെള്ളം ഞാൻ ഇതിൽ തന്നെയാണ് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും എടുത്തിട്ടില്ല. ഇതാണ് നമ്മുടെ ലഞ്ചായിട്ട് കഴിക്കുന്നത്. ഇനി നമുക്ക് രാത്രി കഴിക്കാമെന്നാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പിന്നെ ഞാൻ ഈ ഒരു 15 ദിവസം വിചാരിക്കണത് കേട്ടോ. പക്ഷേ ഫുഡിൽ മാറ്റമൊക്കെ വരും. ഫുഡിൽ നമ്മൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഓരോ ഫുഡ് സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തും. പിന്നെ എന്താ പറയുക,
ബാക്കി സമയം ഇതാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു ഞാൻ ചായ കുടിക്കുന്നത്. അതുവരെ ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഒരു 12-12 ഇവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പണികളൊക്കെ തീർത്ത് കുറച്ച് നേരമൊക്കെ കിടന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ പിന്നെ ഓൽക്കൊക്കെ ചായ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ചായ കുടിച്ചു വൈകുന്നേരം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫുള്ളായിട്ട് ഒരു കപ്പ് ഇതാണോ, ഈ ഒരു കപ്പ് ചായ ഞാൻ കുടിച്ച്. വേറെ അതിൽ നിന്ന് ഈ മിക്സറും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാനും പിന്നെ കടല മാത്രം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യമുള്ളത്, ഞാൻ വൈകുന്നേരത്തെ ചായയിൽ തീരെ മധുരം ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ വൈകുന്നേരം കാപ്പിൾ നമ്മൾ രാവിലെ കഴിച്ചതല്ല ഫുഡ് ചെറിയ തലവേദന പോലെയൊക്കെ ഇങ്ങനെ തോന്നിയപ്പം കഴിച്ചതാണ്. ഈ അളവ് കുറച്ച് ചായൻ്റെ അളവ് കുറക്കണം വിചാരിക്കുന്നുണ്ട്. പക്ഷേ ചായ വൈകുന്നേരം കുടിച്ചാൽ നമുക്കൊരു സുഖമാണല്ലോ. അപ്പോൾ ഞാനിത് അതിന് ഈ മിക്സറിന് കടല മാത്രം എടുത്തിട്ടാണ് ഞാൻ ഒരു 2-3 മണി കേട്ടോ, അല്ലാതെ ഒരുപാട് കഴിച്ചിട്ടില്ല. അതിൽ നിന്ന് ഓരോന്നും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചതാണ്. അങ്ങനെ ചായയും കുടിച്ചു. പിന്നെ ഒരു 7 മണി തൊട്ട് 8 മണി വരെയാണ് വർക്കൗട്ടുള്ളത്. കഴിഞ്ഞിട്ട് അതാ നമ്മൾ പിന്നെ ഓട്സ് ആട്ടം ഉണ്ടാക്കിയത്. അല്ല, ഇത് മോനും എനിക്കുള്ളതാണ് കേട്ടോ. അപ്പം വർക്കൗട്ട് പറയുന്നത് പിന്നെ ഞാൻ ഡെയിലി ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അധികം ആഴ്ചയിൽ ഒരു 3-4 ദിവസം എനിക്ക് കയറാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് എനിക്ക് ഡെയിലി കയറാൻ പറ്റുന്നില്ല. കയറണം വിചാരിച്ചിട്ടാണ് ഞാൻ അതിൽ കൂടിയിട്ടുണ്ട്. ഓൺലൈനായിട്ടുള്ള വർക്കൗട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല എഫക്റ്റ് ഉണ്ട്, നല്ല അടിപൊളിയാണ്. നമുക്ക് ബോഡിയൊക്കെ ഇപ്പോൾ നല്ല ഫ്ലെക്സിബിളാണ്. വെയിറ്റ് കൂടുക എന്നുള്ളതിലപ്പുറം എനിക്ക് ബോഡി നല്ല അടിപൊളിയായിരുന്നു. കാലും കയ്യിനൊക്കെ ഒരു മാറ്റം വന്ന പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഓട്സ് കഴിച്ചപ്പോൾ ഓക്ക് ലേശം കൊടുത്തു. അപ്പോൾ ഓള് ചൂടോട് കൊക്ക് ഓട്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് മോന് അവളാണെങ്കിൽ വായിലും വെച്ചത് ഭയങ്കര ചൂടുണ്ടായിരുന്നു. നാവ് പൊള്ളിയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഞാനിതാ ചൂടാറി കുറച്ച് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അത് ഈ 8 മണിക്ക് ഞാൻ ഈ ഫുഡ് ആക്കിയത് ഇതിനാണ് കേട്ടോ. കാരണം എനിക്ക് ഈ വർക്കൗട്ട് കഴിഞ്ഞ് വന്നിട്ട് എന്തെങ്കിലും കഴിക്കാഞ്ഞാൽ എൻ്റെ കയ്യും കാലും ധരിക്കുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ കഴിക്കും, വിശന്നിട്ട് കഴിക്കില്ല. അപ്പോൾ നമ്മൾ വൈകുന്നേരം 5 മണിക്ക് കഴിച്ച് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈകുന്നേരത്ത് കുറച്ച് ചായയിലാണ് ഒതുക്കണം. അപ്പം ചായ എന്ന് പറയുമ്പോൾ തന്നെ അത് ഇന്ന് കുറച്ച് ക്വാണ്ടിറ്റി കൂടി കിട്ടും. അത് നാളെയൊക്കെ കുറച്ച് കുറക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പോഴത്തെ വിശപ്പിൽ ഇന്ന് ഫസ്റ്റ് തുടങ്ങിയല്ലേ നമ്മൾ ഇത്രയും നീട്ടി വെച്ചിട്ടുള്ള ഡയറ്റ്. കുറച്ച് മുട്ട മാത്രം നമ്മൾ അരി ഭക്ഷണമൊന്നും ഉപയോഗിക്കാതുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കഴിക്കില്ല. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഞാൻ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ വെള്ളപ്പോ എന്തെങ്കിലും കഴിക്കാറുണ്ട്. ഇപ്പം ഇന്ന് അതൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും വിശപ്പ് കൂടുതലാവുകൊണ്ട് ഞാൻ ഓട്സ് കഴിച്ചു കേട്ടോ. പിന്നെ അത് ഏതായാലും ഞാൻ ഇതൊക്കെയാണ് ഇന്ന് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു മാസം കൊണ്ട് ഉള്ള വെയിറ്റ് 100.9 അതിൻ്റെ ഇടയ്ക്ക് 101, 102 കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ വയനാട് ടൂറല്ല ഒരു കല്യാണത്തിനൊക്കെ പോയ സമയത്തൊക്കെ ആയിട്ട് വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. വീണ്ടും കുറഞ്ഞതാണ് കേട്ടോ ഇത്. അങ്ങനെ ഏകദേശം ഒരു 5 കിലോൻ്റെ അടുത്ത് നമുക്ക് ഒരു മാസം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മാസം കുറയുന്നത് അടുത്ത മാസം കുറയണമെന്നില്ല. നമുക്ക് എന്താ വെച്ചാൽ പിന്നെ കുറച്ച് ഇങ്ങനെ സമയം എടുക്കും. ഇനി പെട്ടെന്ന് ഫസ്റ്റിലുള്ളത് വാട്ടർ വെയിറ്റും നീര് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുറയും. പിന്നെ കുറച്ചൊരു ഒതുക്കുണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ ഒന്ന് ലൂസായ പോലെ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ചുരിദാറൊക്കെ ഇടുമ്പോൾ ടൈറ്റായിട്ട് നമുക്ക് ഇങ്ങനെ നിന്ന ഭാഗമൊക്കെ ഒന്ന് ലൂസായിട്ടുണ്ട്. അത്രയൊക്കെ തോന്നുള്ളൂ. 5 കിലോന്ന് പറഞ്ഞാൽ ആ ഒരു കുറഞ്ഞൊന്നും പറയേ ഇല്ല കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കണ്ട. ഞാനിങ്ങനെ ബാക്കി നമുക്ക് ഇതേപോലെ ചെയ്തിട്ട് എത്ര വെയിറ്റ് കുറയുന്നുണ്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു മാസം കൊണ്ട് 5 കിലോൻ്റെ അടുത്ത് 105.5 ആയിരുന്നു. 5 കിലോൻ്റെ അടുത്ത് കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മാസം എത്ര കുറക്കാൻ പറ്റും നോക്കാം. ഏതായാലും ഈ ഒരു 15 ദിവസം നമുക്ക് എത്ര കുറക്കാൻ പറ്റും നോക്കാം. കൂടെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. ബൈ നാളെ കാണാം കേട്ടോ.